ഹലോ ഗൈസ് നോക്കട്ടെ കേട്ടോ. ഒരു നായൊക്കെ കുറുകെ ചടിയതാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ടാ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇൻട്രോ തന്നെ ഫുള്ള് കൊളാക്കി വന്നു. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നതാണ്. ഇത് ഫുള്ളാക്കിയിട്ട് എടുക്കുന്നില്ല, ഫുൾ വ്ളോഗായിട്ട് എടുക്കുന്നില്ല. കാരണം അറിയാലോ KFCൻ്റെ വ്ളോഗ് തന്നെ 2 പാർട്ടാക്കിയിട്ട് വിട്ടാണ്. അപ്പോൾ ഞാൻ നേരെ കാര്യത്തിലേക്ക് എടുക്കാം. ഗൈസ് ഇപ്പം എടുത്ത് ഫസ്റ്റ് സ്റ്റോറി പറയാം, എന്നിട്ട് ഇത് നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പം എടുത്ത് സ്കൂള് വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് വന്ന് ഞാൻ ബാഗ് അതേമാതിരി കൊണ്ടുവച്ചു. പിന്നെ വെള്ളിയാഴ്ച തുറന്നില്ല, വേറെ കാര്യം പറ്റില്ലല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച തുറന്നില്ല. നേരെ വന്ന് ശനിയാഴ്ച എന്തോ ഒരു ആവശ്യത്തിന് അതിൻ്റെ ഉള്ളിലൊരു ബുക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ശനിയാഴ്ച വന്ന് ബാഗ് തുറന്ന് അതിലത്തെ ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്തപ്പോൾ അത് ഞാനല്ല കേട്ടോ ഇറക്കുന്നത്, എൻ്റെ ചങ്ങായിയാണ് എൻ്റെ ബാഗത്തെ ബുക്ക് ഓപ്പൺ ആക്കുന്നത്. അപ്പം ഇന്ന് ആ ബുക്ക് ഓപ്പൺ ആക്കിയപ്പോൾ കിട്ടിയൊരു പേപ്പർ, അത് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയാണ്. എന്താ സംഭവം എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഓൻ വന്ന് ഓപ്പൺ എന്ന് കണ്ടപ്പോൾ ഓൻ തുറന്നപ്പോൾ നേരെ കാണുന്നത് ഇതേ ലവ് ലെറ്റർ എന്ന് തന്നെ പറയും, ലവ് ലെറ്ററിലേക്കാട്ടോ. അപ്പം എൻ്റെ ബാഗിൽ ഇങ്ങനെ വന്നു എന്നൊരു ഐഡിയ ഇല്ല. ഞാൻ ഇല്ലാത്ത നേരത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ ക്ലാസ്സിൽ ഇല്ലാത്ത സമയത്താണ് വെച്ചത്. ഒന്നെങ്കിൽ ഇൻ്റർവെല്ല് അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ടൈമിൽ, ആ ടൈമിലൊക്കെ കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം ആ ടൈമിലൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുമല്ലോ, അപ്പോഴാണ് വെച്ചിട്ടുള്ളത്. ആരെ വെച്ചെന്നൊരു ഐഡിയ കുറേ തപ്പണ്, എനിക്കിനി വെയ്യ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓണർ ആരാന്ന് എനിക്കറിയില്ല, പേരും കൊടുത്തതാണ് ആമീന്നൊക്കെ. പക്ഷെ ഇത് ഫേക്ക് ലെറ്റർ കേട്ടോ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അറിയാം, എനിക്ക് ഇതിൻ്റെ ഇത് നോക്കിയിട്ടാണ്. കാരണം ഇത് എന്തായാലും +1 +2 അല്ല. ആരായിരിക്കും വെച്ച്, ഒന്നെങ്കിൽ ഞങ്ങളെ ക്ലാസ് തെക്കന്മാർ അല്ലെങ്കിൽ വേറെ ക്ലാസ് തെക്കന്മാർ, ഒരു 2 ആളെ വെക്കുള്ളൂ. അല്ലാതെ വേറെ ആരും ഇതേമാതിരി ലവ് ലെറ്റർ എഴുതി വെക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇതിൻ്റെ പുറത്തുള്ള ഇത് കണ്ടോ നിങ്ങൾ, എഴുത്ത്. ഇനി ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ആ ഓപ്പൺ എന്ന് പറഞ്ഞ എഴുത്തും പിന്നെ ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇത് എഴുതിയത് വേറെ ആൾ, ഇത് എഴുതിയത് വേറെ ആൾ. രണ്ട് പടിയാണ് എഴുതി നിൽക്കുന്നത്. അതിലും എനിക്ക് ഡൗട്ട് വന്നില്ല. പിന്നെ ഞാൻ തോന്നിയത് എന്താ ഇവിടെ ഈ കണ്ണ് ഇങ്ങനെ ആരെയും വരയ്ക്കുമോ? ഒരു ലവ് ലെറ്റർ കൊടുക്കുമ്പോൾ അതിലെങ്കിലും ഒരു ഇത് ഇമാരത്തെ വരച്ചൊക്കെ ഇരുന്നൂടെ? അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ലെറ്ററും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. എന്നാലും ഞാൻ വായിച്ചു തരാം. പ്രിയപ്പെട്ട അബിയേട്ടാ, എന്തോ എന്നെ വിളിച്ചതല്ലേ. അപ്പോൾ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഓക്കെ, എന്നെ ഇഷ്ടപ്പെടാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ സന്തോഷം. അപ്പോൾ നിൻ്റെ ഓരോ റീലുകൾക്കും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എടാ, റീലുകൾക്കെന്ന് മാത്രം പറയലടാ. കാരണം എത്ര നല്ല വ്ളോഗ്സ് ചെയ്യുന്നടാ നമ്മൾ. 1K ആവണതിൻ്റെ മുന്നേ എത്രയും നല്ല വ്ളോഗ്സ് ചെയ്യണം നമ്മൾ. റീലുകൾ എന്ന് മാത്രം പറയല്ല, ഇതിൽ വ്ളോഗും കൂടി കൂട്ടിച്ചേർക്കുകയും അത് നമുക്കൊരു കുത്തിട്ടോ, നമുക്ക് സങ്കടമായി. റീലുകൾക്കും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഓക്കെ, ഒരുപാട് ഇഷ്ടമാണ്. ആയിക്കോട്ടെ. അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് അബിയേട്ടാ, ലവ് യു സോ മച്ച്, താങ്ക് യു, ബൈ. പേരും കാര്യങ്ങളും ഇവിടെ കൊടുത്തുണ്ട് കേട്ടോ. ഞാനത് റിവീൽ ചെയ്യണ്ട കേസ്, വെറുതെ ഇനിയിപ്പോൾ ഉള്ളതാണെങ്കിലും ഇല്ലെങ്കിലും പേര് ഞാൻ കൊടുക്കണില്ല. ബാക്കി ഞാൻ വായിക്കാം. ഓക്കെ. ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി എന്ന് കാത്തു നിൽക്കാറുണ്ട്. അതെനിക്ക് കത്തില്ല കേട്ടോ. എന്ന് കാത്തു നിൽക്കാറുണ്ട്, എന്നും നാവും എന്നതും എഴുതിയെന്ന്. എന്ന് കാത്തിൽ നിൽക്കാറുണ്ട്, പക്ഷെ നീ അത് കണ്ടില്ല. കാണാത്ത ചിഹ്നമാണോ ഇത്? നിങ്ങൾ അറിയുകയാണെങ്കിൽ ഒന്ന് പറയട്ടോ. കാണാൻ പറ്റാത്ത ചിഹ്നമാണോ? പക്ഷെ കാണാൻ പറ്റാത്തതിന് എന്തിനാ കണ്ണെന്നൊരു നൂഡിൽസ് വാങ്ങിച്ച സാധനം വീണു? തമ്പുരാനറിയാം ഗൈസ്. അപ്പോൾ അങ്ങനെ കണ്ടില്ല, എനിക്കിപ്പോഴും കത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ കണ്ണെന്ന് നൂഡിൽസ് മരിത്ത സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതാണല്ലോ ലവ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റായിട്ട് കിട്ടാൻ ലവ് ലെറ്റർ. പക്ഷെ ഇത് ഫേക്ക് ലവ് ലെറ്റർ ആട്ടോ, ഏതോ ചെക്കന്മാർ വെച്ചാണ്. ഇതൊരു ദിവസം എൻ്റെ കൈ ഞാൻ പൊക്കും എല്ലാത്തിനും. ഓക്കെ, ഇത് വെച്ചാണ് ഞാൻ പൊക്കും. ഓക്കെ. അപ്പോൾ
ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എന്താ പറയുക ഗൈസ്, ഇതേ മേസത്തെ ഓരോ ഞാൻ അറിയാതെ എൻ്റെ ബാഗ് കൊണ്ട് ചെയ്യണം ഗൈസ്. ഞാൻ വന്നിട്ട് എടുത്ത് തുറന്ന് ഇത് ഞാൻ കാണാതെ വേറെ ആരെയും കണ്ടിരുന്നത് ഞാൻ കുടുങ്ങിയില്ലേ. എനിക്ക് ലവ് ലെറ്ററും കിട്ടിയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നെ ഹുക്കിലാവും. പിന്നെ ഞാൻ ഫുള്ള് എയറിലാവും. അപ്പോൾ പിന്നെ അതിനൊന്നും നിന്നില്ല, എൻ്റെ കൈ തന്നെ കിട്ടി. അപ്പോൾ ഓക്കെ, ക്യാമറ ഒന്ന് എടുത്താട്ടോ കേട്ടോ, കുറേ നേരം ഇവിടെ വയ്ക്കണത്. അപ്പോൾ എല്ലാവർക്കും ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ. അപ്പോൾ ഓക്കെ കേട്ടോ, ബൈ.